വിച്ചുണ്ട് പോകാൻ കാണിച്ചേ. എന്നാ പോണില്ല നമ്മള്. കേറിക്കോ കേറിക്കോ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബേക്കൽ ഫോർട്ടിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഉള്ളിലോട്ട് പോകാം. ഇതിനുള്ളിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് 25 റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ആദ്യമായിട്ടാണ് ബേക്കൽ ഫോർട്ടിലോട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ആകാംക്ഷയും കൗതുകമൊക്കെ ഉള്ള ഒരു യാത്രയും കൂടിയാണ്. ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് പലയിടങ്ങളിലായിട്ട് വായിച്ച് കേട്ടിട്ടുണ്ട്, പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ കാസർഗോഡ് ജില്ലയിലും എൻ്റെ ഫസ്റ്റ് വിസിറ്റാണിത്. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഈ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട്, നടപ്പാതയുടെ രണ്ട് സൈഡിലായിട്ട് ഒരു നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നിരീക്ഷണ ഗോപുരം. ബേക്കൽ ഫോർട്ടിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ നിരീക്ഷണ ഗോപുരം. നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ടാണ്. ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ബേക്കൽ ഫോർട്ടിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മുകളിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളൊന്ന് കണ്ടാലോ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണിത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കാണാൻ. ബേക്കൽ ഫോർട്ട് അല്ലെങ്കിൽ ബേക്കൽ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. ബേക്കൽ ബീച്ച് പാർക്കും അവിടുത്തെ റൈഡ്സൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. നമ്മൾ ഫൈനലി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ബേക്കൽ ബീച്ച് പാർക്കിലോട്ടാണ്. അതും ഈ വ്ളോഗിൽ ഇതിൻ്റെ എൻഡിലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ബേക്കൽ ഫോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബേക്കൽ ബീച്ച് പാർക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ നിരീക്ഷണ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. പ്രധാനമായും ശത്രു കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ നിരീക്ഷണ ഗോപുരം ഉപയോഗിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാ പോണേ. അതേപോലെ ഈ കോട്ട ഒരുപാട് ഏരിയയിലോട്ട് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടന്ന് കാണാനായിട്ടുണ്ട്. ഇതിന് ചുറ്റുപാടും നല്ല മനോഹരമാണ് കാണാനും. ഈ ബേക്കൽ കോട്ടയുടെ ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കാൻ കേട്ടോ. ഇതിന് ചുറ്റും നോക്കിയാലും നമുക്ക് ആ കാഴ്ചകളും അതിൻ്റെ ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാൻ പറ്റും. ചെങ്കൽ ഉപയോഗിച്ചാണ് ഈ ബേക്കൽ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരം കൂടാതെ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും ഈ ഒരു കോട്ടയുടെ പ്രത്യേകതയാണ്. ഏകദേശം 35 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ദൂരം നടന്ന് കാണാനുമായിട്ടുണ്ട് കേട്ടോ. പുരാതനമായ കദംബ രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. തുടർന്ന് കോലത്തിരി രാജാക്കന്മാരും മൈസൂർ രാജാക്കന്മാരും കൈവശപ്പെടുത്തിയ കോട്ട ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. വെട്ടുകല്ലിൽ തീർത്ത 130 അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ്. കോട്ടയ്ക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു പള്ളിയുമുണ്ട്. കോട്ടയിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ബേക്കൽ കടൽ തീരത്തേക്ക്. അതേപോലെ തന്നെ ഈ ബേക്കൽ കോട്ടയും അതിനോട് ചേർന്ന് വരുന്ന ബേക്കൽ ബീച്ചും നിരവധി ഫിലിംസിന്റെ ഒക്കെ ഒരു ഷൂട്ടിംഗ് സ്പോട്ടും കൂടിയാണ്. ഇന്ന് ഈ ബേക്കൽ കോട്ടയുടെ സംരക്ഷണ ചുമതല കേന്ദ്ര പുരാവസ്തു വകുപ്പിനാണുള്ളത്. ഇതിലെ നോക്കിയാൽ കംപ്ലീറ്റ് കടൽ കാണാം. ഇവരെ നോക്കണ്ടി. വിച്ചുണ്ട് പോകാൻ കാണിച്ചേ. എന്നാ പോണില്ല നമ്മള്. എന്നാ പോണില്ല.
അങ്ങനെ അവിടെ പതുക്കെ പതുക്കെ വാ. വീഴും 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 വീഴും. അങ്ങോട്ട് അങ്ങോട്ട് നടക്കുക. ഒരുപാട് ഏരിയയിൽ ഈ കോട്ട വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ദൂരം നടന്ന് കാണാനായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ പകുതി വരെ പോയിട്ട് തിരിച്ചു പോന്നു. കാരണം നിച്ചു നല്ല ടയർഡായി. നിച്ചു മാത്രമല്ല, ഞങ്ങളും നന്നായി ടയർഡായി. അതുകൊണ്ട് നമ്മൾ ഇരിക്കാനൊരു സ്പേസ് കണ്ടപ്പോൾ അവിടെ വന്ന് റെസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. തൊട്ടാവാടി. വാ പോവാ വാ. ഓടണ്ട അവിടെ പതുക്കെ അവിടെ നിന്നു. കുട എൻ്റെ അടുത്തുണ്ട്. വാ നടന്നു. നിച്ചു നടക്ക്. ഇനി നമ്മൾ ബേക്കൽ കോട്ടയിൽ നിന്ന് അടുത്തതായിട്ട് പോകുന്നത് ബേക്കൽ ബീച്ച് പാർക്കിലോട്ടാണ്. അത് ഈ കോട്ടയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങൾ ബേക്കൽ ബീച്ച് പാർക്കിലെത്തിയ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു വേറൊരു വൈബാണ്. സോങ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഷോപ്സൊക്കെ സൈഡിലായിട്ടുണ്ട്. കയറിയത് നമ്മൾ കാണുന്നത് ഈ റൈഡ്സൊക്കെയാണ്. നിച്ചുവിനെ പിടിച്ചെടുത്താൽ ഇച്ചിരി പാടായിരുന്നു. ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, അവിടെ പോയി നമുക്ക് വേണ്ട ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങൾ ചില്ലി ഗോപിയും പിന്നെ ചായ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിച്ചു. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്നു കേട്ടോ. അത്യാവശ്യം ബേക്കൽ ഫോർട്ടിൽ നമുക്ക് നടക്കാനുണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് നമ്മൾ റൈഡ്സിൽ കയറാനും അതേപോലെ ബീച്ച് സൈഡൊക്കെ പോയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബേക്കൽ കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബേക്കൽ ബീച്ച് പാർക്കിലും പോകും. ഇതൊരു ഫുള്ളി പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കുട്ടികൾക്ക് മാത്രമുള്ള റൈഡ്സ് അല്ല കേട്ടോ, വലിയ ആൾക്കാർക്ക് പറ്റുന്ന ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട്. റൈഡ്സിൽ കയറണമെങ്കിൽ അങ്ങനെ ആവാം. ഇനി ബീച്ച് സൈഡ് പോയി കുറച്ച് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യണമെങ്കിൽ അതും ആകാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നിച്ചു ഈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ആൾക്ക് ഇത് പകുതിക്ക് കയറിയപ്പോൾ അത്യാവശ്യം നല്ല പേടിയൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. ഇനി അടുത്ത റൈഡിലാണെങ്കിൽ നിച്ചു മാത്രമല്ല കേട്ടോ, ഞാനും കൂടി കയറിയിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് പറ്റുന്ന റൈഡ് ഇവിടെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നിച്ചുവിനെയും കൊണ്ടൊക്കെ പാർക്കിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ ആണല്ലോ കയറുന്നത്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ഒരു സൈഡിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിച്ചു അവളെ പിടിച്ചോട്ടോ. ഓക്കെ. ആ
അത് കുഴപ്പമില്ല. അവിടെ നിന്ന് ചെറുതാ നിച്ചു. എന്നാ വാ നേ നടക്ക്. അത് ഡ്രസ്സ് മാറ്റണ്ടേ? അതാ ബീച്ചിലിരുന്നിട്ടാ. ബാബാ നനഞ്ഞിരിക്കുക. വേം പോടാ. ഇറങ്ങപ്പോ വേം പോ. അതിനെടുക്ക. അങ്ങനെ ഞങ്ങളിപ്പോൾ ബേക്കൽ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവാമെന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ.